നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. சாமி என்னும் நான் சட்டப்படி அமைக்கப்பட்ட இந்திய அரசியலமைப்பின் பால் உண்மையான நம்பிக்கையும் மாறாப்பற்றும் கொண்டிருப்பேன் என்றும் തമിഴ്നാട് മുഖ്യമന്ത്രിയായി പളനിസ്വാമി അധികാരമേറ്റു. 30 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. വിശ്വാസ വോട്ട് മറ്റന്നാൾ. ധർമ്മയുദ്ധം തുടരുമെന്ന് പനീർശെൽവം ജയാസ്മാരകത്തിൽ. ജിഷ്ണുവിന്റെ മരണം കൊലപാതകമെന്ന് വി എസ് അച്യുതാനന്ദൻ. വി എസ് ജിഷ്ണുവിന്റെ വീട് സന്ദർശിച്ചു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി താൽക്കാലികമായി വിലക്കി. നെഹ്റു കോളേജ് ഹോസ്റ്റൽ മുറിയിലും ഇടിമുറി എന്ന് വിളിക്കുന്നിടത്തും രക്തക്കറ കണ്ടെത്തി. കശുവണ്ടി ഇറക്കുമതിയിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. അടഞ്ഞുകിടന്ന ഫാക്ടറികൾ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കശുവണ്ടി ഇറക്കുമതി ചെയ്തതെന്ന് വിജിലൻസ്. ദ്രുതപരിശോധനാ റിപ്പോർട്ട്. KS-മായി മുന്നോട്ടെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. എതിർപ്പ് ചെറിയൊരു വിഭാഗത്തിന് മാത്രമെന്നും വിശദീകരണം. സമരവുമായി സെക്രട്ടേറിയറ്റ് ജീവനക്കാർ. ഒപ്പുവെച്ച ശേഷം സമരം നടത്തുന്ന ജീവനക്കാർക്ക് ശമ്പളം നൽകില്ല. കൊല്ലത്തും സദാചാര തെമ്മാടിത്തം. അഴീക്കൽ ബീച്ചിലെത്തിയ യുവാവിനും യുവതിക്കും നേരെ ആക്രമണം. ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു. സദാചാര മനോരോഗികൾക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. മലയാളികൾ സദാചാര ഭ്രാന്തരാകുന്നു. കൊല്ലം അഴീക്കലിൽ സദാചാര പോലീസ് ചമഞ്ഞ് ആക്രമണം നടത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ബീച്ചിലെത്തിയ യുവാവിനെയും യുവതിയെയും ഒരു സംഘം ആളുകൾ ശാരീരികമായി ഉപദ്രവിക്കുകയും മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയുമായിരുന്നു. അഴീക്കൽ ബീച്ചിലെത്തിയ യുവാവിനെയും യുവതിയെയുമാണ് ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ ഉപദ്രവിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തത്. സുഹൃത്തുക്കളായ ഇവർ ചൊവ്വാഴ്ചയാണ് ബീച്ചിലെത്തിയത്. പ്രാഥമിക ആവശ്യത്തിനായി സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് പോയ പെൺകുട്ടിയെ അവിടെ മദ്യപിച്ചുകൊണ്ടിരുന്ന സംഘം കടന്നുപിടിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്യാനെത്തിയ യുവാവിനെ മർദ്ദിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നുവെന്ന് പെൺകുട്ടി പറയുന്നു. വെറുതെ കായൽ കാണാൻ വന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ ചേട്ടൻ അടിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അവരെന്നെ ഒത്തിരി മോശമായിട്ട് ചീത്തയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ ചേട്ടനെയും പറഞ്ഞായിരുന്നു, നിനക്കൊക്കെ വേറെ എവിടെയും പോകാൻ സ്ഥലം കിട്ടില്ല, ഇവിടെ ആണോ വന്നതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞായിരുന്നു. ചീത്ത ഒത്തിരി പറഞ്ഞായിരുന്നു. പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഫോൺ വാങ്ങി സിം കാർഡുകൾ കായലിൽ എറിഞ്ഞതായി പെൺകുട്ടി പറഞ്ഞു. ബീച്ചിലും പരിസരത്തും സദാചാര ഗുണ്ടാവിളയാട്ടം പതിവാണെന്ന് ബീച്ചിലെ സന്ദർശകരും പറയുന്നു. സദാചാര പോലീസ് നമ്മുടെ ബീച്ചിൽ നിന്ന് തന്നെ ഇല്ലാതാക്കേണ്ട അത്യാവശ്യമാണ്. ഇവിടെ എത്രയും പെട്ടെന്നൊരു പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. നിയമത്തെ വെല്ലുവിളിക്കുന്ന സദാചാര ഗുണ്ടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ആവശ്യപ്പെട്ടു. അവരുടെ ഭാഗത്തുണ്ടായിട്ട് പശുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇത് നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ പെൺകുട്ടിയെ കൈകാര്യം ചെയ്യാൻ അവന്മാർക്ക് ആരാ അധികാരം കൊടുത്തിട്ടുള്ളത്? അഴീക്കൽ ബീച്ചിലെ സദാചാര ഗുണ്ടായിസത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ന്യൂസ് 18 കൊല്ലം. മാധ്യമപ്രവർത്തകയായ ശ്രീമതി KK ഷാഹിന കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീമതി പാർവതി സാമൂഹ്യ പ്രവർത്തക, അവർ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി ക്രിമിനോളജിസ്റ്റ്, അദ്ദേഹവും എനിക്കൊപ്പം തിരുവനന്തപുരത്ത് സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ജു കുട്ടൻ കൊല്ലം സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീമതി പാർവതി, ഇതാദ്യത്തെ സംഭവമല്ല, അവസാനത്തേതുമാകാൻ സാധ്യതയില്ല. പക്ഷേ അപ്പോൾ തന്നെയും നമ്മളീ നടന്നുപോലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇക്കാര്യങ്ങൾ ശരിയായതല്ല, സദാചാര ഗുണ്ടായിസമാണ് എന്നതുപോലുള്ള പ്രചരണങ്ങളൊന്നും ഒരു തരത്തിലും സമൂഹത്തെ ബാധിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളിങ്ങനെ ആവർത്തിച്ചുണ്ടാകുന്നത് എന്ന് മാത്രമല്ല, സദാചാര ഗുണ്ടായിസം നടപ്പാക്കുക മാത്രമല്ല, അതെടുത്ത് ദൃശ്യങ്ങളാക്കി പരത്താനുള്ള ധൈര്യം കൂടെ ലഭിച്ചിരിക്കുന്നു ഈ ആളുകൾക്ക് എന്നതാണ് ഇതിലെ വ്യത്യസ്തത. അതെ, ഇപ്പോൾ ഈ ന്യൂസ് റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് 2 സുഹൃത്തുക്കളാണ് ബീച്ചിൽ കായൽ കാണാൻ വന്നു. ഞാൻ ആ കാര്യം വിടുന്നു. അവർ പ്രണയത്തിലാണ്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും സ്വകാര്യമായി സംസാരിക്കാൻ വേണ്ടി അവരൊരു സ്വകാര്യമായൊരു സ്ഥലത്ത് വന്നിരുന്നത് തന്നെ ആയിക്കോട്ടെ. അവർ 18 വയസ്സ് കഴിഞ്ഞവരാണല്ലോ, പുരുഷനും സ്ത്രീയും. ആ സ്ത്രീയെ നിർബന്ധിച്ച് അവിടെ കൊണ്ടുവരുന്നതായിട്ടോ ആ കുട്ടി അതിൽ ആ പയ്യൻ എന്തെങ്കിലും ഉപദ്രവിക്കുന്നതായിട്ടോ പരാതി പറയാത്തിടത്തോളം ബാക്കിയുള്ളവർക്ക് എന്താ കാര്യം? ഈ നിലപാട് എങ്ങനെ എടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ പിന്നെ എല്ലാ അഴിഞ്ഞാടലും അങ്ങ് സമ്മതിക്കുക എന്നാണോ എന്ന്
പൊതുവായി ഒരു ചോദ്യമുണ്ടാവും. അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ള 1-2 കാര്യം. ഒന്ന്, ഈ കാമം അല്ലെങ്കിൽ മനുഷ്യൻ്റെ രതി എന്നൊക്കെ പറയുന്നതിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വിശപ്പ് പോലെ സമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനഃശാസ്ത്രജ്ഞ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിൽ നിന്ന് ഒരു തെല്ല് പോലും ഞാനത് ഇനി പറയാതിരുന്നിട്ട് ഒരു കാര്യമില്ല. വിശപ്പും ദാഹവും പോലെ തന്നെയാണ് സെക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റൊരു ഒരു നമുക്ക് അന്യ ലിംഗത്തോട് അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ഒരു ആവേശം. അപ്പോൾ അത് നമ്മുടെ സ്വയം അറിയാനും മറ്റുള്ളവരെ അറിയാനും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു വാഞ്ചയാണ്. വിശപ്പ് ഇതൊരു അപകടമാണ്. വിശപ്പ് തെറ്റാണ്. വിശപ്പ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയായിരിക്കും മനുഷ്യർ ജീവിക്കുക? കാണുന്നതും കണ്ടതും എല്ലാം തിന്നും. മണ്ണ് വരുത്തുന്നിരിക്കും, തടി വരുത്തുന്നിരിക്കും. എങ്ങനെയാണ് വിശപ്പിനെ അടക്കേണ്ടതെന്നറിയില്ല, ആരോട് ചോദിക്കണമെന്നറിയില്ല, എന്ത് കഴിക്കണമെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അത് കുറ്റമാകും. ഇതുപോലെയാണ് സെക്സ്. നമ്മൾ കുഞ്ഞിലേ മുതൽ 1 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടി 2.5 വയസ്സിൽ പ്ലേ സ്കൂളിൽ തൊടുമ്പോൾ അവൻ്റെ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് തൊട്ടാൽ തന്നെ ഇവൻ ചീത്ത കുട്ടിയാണെന്ന് നമ്മുടെ അധ്യാപകർ പറഞ്ഞു തുടങ്ങുന്നിടത്ത് പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ആരോട് സംസാരിക്കണം എന്ന് അറിഞ്ഞുകൂടാതെ, ഒരു സംശയവും ചോദിക്കാൻ അറിയാതെ, പോൺ വീഡിയോസും പോൺ സൈറ്റ്സും മാത്രം അറിവ് കിട്ടി. അവനൊരു 15ഓ 16ഓ അല്ലെങ്കിൽ 22 വയസ്സിലോ 23 വയസ്സിലോ അവനൊരു ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുമായിട്ട് ഒരിടത്തിരുന്ന് സ്വകാര്യമായി സംസാരിക്കാൻ ഈ സമൂഹത്തിന് അവസ്ഥയില്ലെങ്കിൽ ഇതിനെ സമൂഹമെന്ന് വിളിക്കരുത്, ഇതിനെ ജയിലെന്ന് വിളിക്കണം. ഏത് നിലയ്ക്കാണെങ്കിലും. ഇതിൽ പക്ഷേ ആക്രമണം നടത്തിയ ആളുകളുടെ ഒരു വാദം, ഇത്തരം സംഭവങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന വാദം, എന്തിനാണ് പരസ്യമായ ഇടം ഇതിനെ തിരഞ്ഞെടുക്കുക എന്താണ്? അത് ഈ സെക്സിനെ കുറിച്ചാണ്. ഇവിടെ നടന്നത് അങ്ങനെയല്ല. ഇവിടെ നടന്നത് അവർ 2 പേർ സുഹൃത്തുക്കൾ വന്ന് സംസാരിക്കുകയാണ്. അത് ഏത് തലത്തിലുള്ള സംസാരമായിരുന്നു എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. അവർ സംസാരിക്കുകയായിരുന്നു. അവരെ ഒട്ടും ഈ പറയുന്ന ഇപ്പോഴത്തെ പൊതുബോധ്യത്തിനനുസരിച്ച് മോശം നിലയിലൊന്നും ആരും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ പോലും ആക്രമണം നടത്താം, ഞങ്ങൾക്കിതിൽ ഇടപെടാൻ ഉള്ള അവകാശമുണ്ട് എന്ന തോന്നൽ എന്തുകൊണ്ടാകണം ഉണ്ടാകുന്നത്? ഇതിലെന്തുകൊണ്ടാകണം ഈ പോലീസ് പോലുള്ള സംവിധാനങ്ങൾക്ക് ഇടപെടാൻ മടി? 2-3 കാര്യങ്ങളാണ്. പോലീസിൻ്റെ സംവിധാനം അല്ലെങ്കിൽ ഒരു പൊതുബോധം വിശ്വസിക്കുന്നുണ്ട്, ഇങ്ങനെ ആണും പെണ്ണും അങ്ങനെ ഇരുന്ന് അത്യാവശ്യം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരവർ മര്യാദയ്ക്ക് മാന്യമായും ജീവിക്കണം. ഈ മാന്യതയ്ക്ക് എന്തോ കളങ്കമുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്നത്. ഒരു വല്ലാത്ത ഒരു ഇടപെടലാണ് ഇത്. മാന്യതയ്ക്ക് എങ്ങനെ നമ്മുടെ നിയമത്തിൻ്റെ ഒരു പുസ്തകങ്ങളിലും ഇത് പറയുന്നില്ല. ഏതെങ്കിലും നിലയ്ക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു അലോസരമുണ്ടായാൽ എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഒരു അലോസരം ഉണ്ടാകുന്നില്ല. 2 പേരിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ തോളിൽ കഴിയുന്നതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്താണ്, ഇത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ പോലെയുള്ളവർ ഇറങ്ങി നടന്നാൽ സമൂഹത്തിന് ദോഷമാകും എന്നുള്ള അവരുടെ ഒരുപാട് തരത്തിലുള്ള സദാചാര ബോധങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവർ ഇത് പകർത്തി മറ്റുള്ളവർ വിടുമ്പോൾ അവരുടെ ഉള്ളിലെ ഒരു വല്ലാത്ത ഒരു അവരുടെ തന്നെ അപകർഷതാബോധം, അവർക്ക് തന്നെ സൗഹൃദങ്ങളില്ലാത്തതിൻ്റെ ഒക്കെ നേർചിത്രമാണ് നമ്മളവിടെ കാണുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ മഞ്ജുക്കുട്ടൻ, ഈ കൊല്ലത്ത് നടക്കുന്ന ആദ്യത്തെ സംഭവമല്ല ഇത്. സമാനമായിട്ടുള്ള സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ അടക്കമുള്ള ആളുകൾ അതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഏത് നിലക്കാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോരോ സംഭവങ്ങൾക്ക് ശേഷവും അതിൽ ഇടപെട്ടിരിക്കുന്ന ഈ ഗുണ്ടകൾ ഏത് നിലക്കാണ് രക്ഷപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് അവർക്കെതിരെയല്ല വീണ്ടും, അതായത് ഇത്തരം സംഭവങ്ങളിൽ ആക്രമകാരികളായിട്ടുള്ള ആളുകളെ തല്ലുന്ന ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെയല്ല രോഷമുണ്ടാകുന്നത്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിക്കും ചെറുപ്പക്കാരനുമെതിരെയാണ് ജനരോഷം അല്ലെങ്കിൽ ആളുകളുടെ ബുദ്ധിമുട്ട് പിടിച്ച നോട്ടമുണ്ടാകുന്നത്? എന്തനുഭവമാണ് താങ്കൾക്ക് ഇക്കാര്യത്തിലുള്ളത്? ഏത് നിലക്കാണ് ഇതെന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്? എനിക്ക് മുന്നേ സംസാരിച്ച മാഡം പറഞ്ഞതുപോലെയാണ് ഇതിനകത്ത് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അതായത് അസഹിഷ്ണുതയും അസൂയയും കൂടി ചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സദാചാര പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഇതിനു മുമ്പും ഒരു കൂട്ടം ചെറുപ്പക്കാർ 2 പെൺകുട്ടികളെ, ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനെ ഒരു മാളിൽ നിന്ന് പിടിച്ച് ഇത്തരത്തിലുള്ളൊരു സംഭവത്തിൽ ഞാൻ ഇടപെട്ടതാണ്. പക്ഷേ അപ്പോഴെല്ലാം കുറ്റക്കാരായി മാറുന്നത് ഇരയാവുന്നവരാണ്. ഇതിനകത്ത് പ്രധാന കാരണം എന്ന് പറയുന്നത് പോലീസിൻ്റെ സമീപനമാണ്. അതായത് അന്ന് തന്നെ ഈ കുട്ടിയെയും, ആദ്യം നടന്ന സംഭവത്തിൽ ഈ കുട്ടിയെയും അതേപോലെ തന്നെ ആ ചെറുപ്പക്കാരനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസുകാരവരെ ചോദ്യം ചെയ്ത് നിൻ്റെ എവിടെയാണ് പിടിച്ചത്, നീ എന്താണ് അവൻ്റെ കൂടെ വന്നത്, നീ എവിടുത്തുകാരിയാണ്, അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള സമീപനങ്ങളുണ്ട്. അതുമാത്രവുമല്ല, ഇന്ന് ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഇത്ര വളരെ വ്യാപകമായി ഈ കുട്ടികളുടെ വീഡിയോ പ്രചരിച്ചതിന് ശേഷവും വാർത്തയായതിനു ശേഷവും അവിടുത്തെ ഒരു പ്രാദേശിക നേതൃത്വം കമ്മീഷൻ അടക്കമുള്ളവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ പോലീസ് ഇതുവരെ അവർക്കെതിരെ കേസെടുക്കുവാൻ, ഇതിനൊരു അന്വേഷണം നടത്തുവാൻ, സ്വമേധയാ കേസെടുത്ത് ഇതിനൊരു അന്വേഷണം നടത്തുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല.
അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഇതിനകത്ത് സംഭവിക്കുന്നത് ഇരയായ കുട്ടികൾ ഈ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു തത്രപ്പാടിൽ എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്ത് രക്ഷപ്പെടുന്ന ഒരു സംവിധാനമാണുള്ളത്. അപ്പം പലരും പരാതിയുമായി രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്കിതിനകത്ത് വളരെ അഭിമാനം തോന്നുന്നു. ഇന്നലെ ഈ നടന്ന സംഭവത്തിൽ കുട്ടികൾ നാളെ തന്നെ കമ്മീഷണറെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആൾക്കാരെ, ഈ നരമ്പ് രോഗികളെ ഒരു കാരണവശാലും സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം 1 or 2 പേർ ചെയ്യുന്ന ഒരു കുറ്റമാണ് ഒരു നാടിനെ മൊത്തം ചീത്തപ്പേരുണ്ടാക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഇത് 1 or 2 സംഭവമല്ല. ഈ അഴീക്കൽ നടന്ന സംഭവം എനിക്ക് സംസാരിച്ചവർ പറഞ്ഞു, ഈ അഴീക്കൽ നടന്ന സംഭവം നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ബീച്ചാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കൊല്ലം ജില്ലയിൽ തന്നെ വലിയ ഒരു കടൽ തീരമാണ്. നിരവധി ആൾക്കാർ വരാറുണ്ട്. അവിടെ പ്രാഥമിക കർത്തവ്യങ്ങൾക്ക് പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ പെൺകുട്ടികൾ എവിടെ പോകും എന്ന് നോക്കിയിരിക്കുന്ന കുറേ കഴുകന്മാർ ഈ ഭാഗത്തുണ്ട്. അത് വളരെ കുറച്ച് പേരാണ്. മൊത്ത ആൾക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വളരെ കുറച്ച് നരമ്പ് രോഗികൾ ഇത്തരത്തിൽ ജെയിംസ് വടക്കഞ്ചേരി, വളരെ കുറച്ച് പേരാണ് ഈ ആക്രമണങ്ങൾക്കൊക്കെ മുതിരുന്നത്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ആകെ തന്നെ മനസ്സ് ഈ ആക്രമണകാരികളായിട്ടുള്ള ആളുകൾക്കൊപ്പമാണ്, അല്ലാതെ ഇരകൾക്കൊപ്പമല്ല. ഈ സംഭവം ഉണ്ടായാൽ ഉടനെ തന്നെ വരുന്ന ചോദ്യം, എന്തിന് അവർ ഈ ആളില്ലാത്ത വിജനമായ സ്ഥലത്ത് പോയി എന്നതൊക്കെയായിരിക്കും. ആ ചോദ്യത്തിന് മറുപടി നൽകാതെ ആളുകൾക്ക് മുന്നോട്ട് പോവുക, കേസുമായി മുന്നോട്ട് പോവുക സാധ്യമല്ല. പോലീസുകാർ ആ മട്ടിലാണ് ആളുകളെ കാണുക. എന്താണ് ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം? അതായത് ഈ മലയാളികൾക്ക് മാത്രമായിട്ടുള്ള, അല്ലെങ്കിൽ മലയാളികൾക്ക് കാലം കഴിയും തോറും, കാലം കടന്നു പോകും തോറും ആ ആവേശം കൂടുന്നൊരു സംഗതിയായി സദാചാര ഗുണ്ടായിസം മാറുന്നത് എങ്ങനെയാണ്? അതായത് ഇത് വിലയിരുത്തുമ്പോൾ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ പറ്റി ഒന്ന് ചിന്തിക്കണം. ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ, അമേരിക്കയിലൊക്കെ 2 ആണുങ്ങൾ ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ അവർ എതിർക്കും. ഒരാണും പെണ്ണുമാണെങ്കിൽ അവരത് നോർമലാണ് ആ ബന്ധം എന്നുള്ള രീതിയിൽ അത് കാര്യമായിട്ട് അവരെടുക്കുന്നില്ല. അവർക്ക് ഈ ഒരു സെക്ഷൽ ഇൻടോളറൻസ് അഥവാ അസഹിഷ്ണുത നമ്മൾ കാണുന്നില്ല. അതേസമയം 2 ആണുങ്ങൾ തമ്മിലാണ് ഇങ്ങനെ കൈകോർത്തൊക്കെ പോകണമെങ്കിൽ അവർ ഹോമോസെക്ഷൽസ് ആണോ എന്നൊക്കെയുള്ള ചിന്തയിൽ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേസമയം ഒരു ആണും പെണ്ണുമാണെങ്കിൽ അത് നോർമൽ റിലേഷനായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇന്ത്യയിൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉണ്ടാകുന്നത്, ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്ത്, ആൺകുട്ടികൾക്ക് പ്രത്യേക ലൈൻ, പെൺകുട്ടികൾക്ക് പ്രത്യേക ലൈൻ, അവർക്ക് പ്രത്യേക ബെഞ്ച്, ക്ലാസ് സ്കൂളിലാണെങ്കിൽ അങ്ങനെ ഒക്കെ വളരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഈ സെക്ഷൽ ഇൻടോളറൻസ്, അതായത് സെക്ഷലായിട്ട് ഉള്ള കാര്യങ്ങൾ ആണും പെണ്ണുമായിട്ട് എന്തെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നത്, ഉടനെ തന്നെ അത് ഞങ്ങൾ സഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം അതിനകത്തൊരു ജലസിയുടെ കണ്ടൻ്റ് ഉണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ജലസിയുടെ കണ്ടൻറ്റ്, അതായത് ഒരു അസൂയയുടെ കണ്ടൻ്റ് ഉണ്ട്. അതുകൂടാതെ ഇതിനകത്തുള്ളത് തനിക്ക് ആസ്വദിക്കാനാകാത്തത് മറ്റുള്ളവർ വേണ്ട. ഇത് 2 തലത്തിൽ ഞാൻ കാണുന്നുണ്ട്. 2 തരത്തിൽ വെച്ചാൽ, ഒന്ന് വെർബലായിട്ടുള്ള അറ്റാക്ക് ഉണ്ട്. അതായത് ഇതിപ്പോൾ ഫിസിക്കലായിട്ടുള്ളൊരു അറ്റാക്കാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഈ സദാചാര പോലീസിംഗ് എന്ന് പറഞ്ഞ് കാണുന്നത് ഫിസിക്കലായിട്ട് അവരെ വെർബലായിട്ടുള്ള അറ്റാക്കുമുണ്ട്, സഹിക്കാനാകാത്ത തെറിവിളിയാണ്. അതല്ല ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ തന്നെ ഇത് കാണുമ്പോൾ അവർക്കും ഇൻടോളറൻസ് വന്നിട്ട് സ്ത്രീകൾ തന്നെ നീ അങ്ങനത്തെ അല്ലടി, ഇങ്ങനത്തെ അല്ലടി, നീ കൊടിപ്പിസ്റ്റല്ലേ എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ വെർബലായിട്ടുള്ള അറ്റാക്ക് പ്രൈമറി സ്കൂളിൽ പോലും ഞാൻ കാണുന്നുണ്ട്. അതായത് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വെർബലായിട്ടുള്ള അറ്റാക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈവൻ വൈക്കാരിയസ് ആയിട്ട്, അതായത് അവരുടെ ബന്ധുക്കളെയോ അവരുടെ അച്ഛനമ്മമാരെയോ ഒക്കെ തെറി വിളിക്കുക, നേരിട്ട് പറയുക, നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളോട് പറഞ്ഞ് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുന്ന രീതി നമ്മുടെ ഉണ്ട്. അതിൻ്റെ ഒരു, അതായത് ഇപ്പം ഗുണ്ടായിസത്തിൻ്റെ ഒരു കാലമാണ് കേരളം. ഇന്നലെ തന്നെ ഈ ആലപ്പുഴയിൽ നിന്ന് 300-ലേറെ ഗുണ്ടകളെയാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. അതുപോലെ ഗുണ്ടകളുള്ളതുകൊണ്ട് എന്തോ പറ്റുന്നത് വെച്ചാൽ ഇവിടെ ഒരു മൊറാലിറ്റിയും ഇല്ല, ഇവിടെ ഒരു പോലീസിങ്ങും ഇല്ല. മൊറാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഡെഫിനേഷൻ ഉണ്ടല്ലോ. ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടകളുടെ ഈ മനോഭാവം ഈ സെക്ഷൽ ഇൻടോളറൻസ് ഉള്ളവരിലേക്ക് കയറിയിട്ട് അവർ കയറി അങ്ങോട്ട് ആക്രമിക്കുന്നതായിട്ടാണ് അതാണ് നടക്കുന്നത്. പക്ഷേ ശ്രീമതി പാർവതി, പക്ഷേ അപ്പോഴും ഈ ആക്രമണം നടത്തുന്ന ആളുകൾക്കും ഉണ്ടാകുമല്ലോ അവരുടെ ന്യായീകരണം. ഇന്നിപ്പോൾ ഈ വാട്സപ്പിലൂടെ പരക്കുന്ന ഈ ദൃശ്യങ്ങളിൽ തന്നെ നീ പത്രങ്ങളൊന്നും കാണുന്നില്ലേ എന്നൊരു ചോദ്യം ഈ അറ്റാക്ക് ചെയ്യുന്നയാൾ, ഈ ഗുണ്ടകളിൽ ഒരാൾ ഉയർത്തുന്നുണ്ട്. അതായത് അവരുടെ വിചാരം അവരൊരു പെൺകുട്ടിയെ
രക്ഷപ്പെടുത്തുകയാണ് എന്നാണ് അവരുടെ വിചാരം. ഉള്ളിൽ ഒരുപക്ഷെ അവർക്ക് മറ്റ് ഉദ്ദേശങ്ങളുണ്ടാകാം, പക്ഷെ അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതും അവരുടെ ആത്മവിശ്വാസവും അതാണ്, ഞങ്ങൾ ഇവരെ സംരക്ഷിക്കുകയാണല്ലോ എന്നാണ്. അതെങ്ങനെയാണ് തെറ്റാകുന്നത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം ഈ പെൺകുട്ടി വല്ല പരാതിയും പറഞ്ഞു അവരോട്, എന്നെ ഇയാൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ എന്നെ ഉപദ്രവിക്കുകയാണ് എന്ന് പെൺകുട്ടികൾ വല്ലതും പറഞ്ഞോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഈ പെൺകുട്ടി 12 വയസ്സോട് കഴിഞ്ഞ ഒരാളല്ല, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കാത്ത എന്താ ഒരു മുതിർന്ന ഒരാളെ? ഒരു കോളേജിലോ സ്കൂളിലോ അഡ്മിഷൻ പോയിട്ട് ഒരു മുതിർന്ന ഒരു സ്ത്രീ, ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെയും അവരുടെ ഡിസിഷൻസിനെ എന്തുകൊണ്ടാണ് ഒരു സമൂഹം റെസ്പെക്റ്റ് ചെയ്യാത്തത്? ഞാൻ ഒരാളുടെ കൂടെ സ്വമേധയാ ഒരു പുരുഷൻ്റെ കൂടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് അവരുടെ തീരുമാനമാണ് എന്നുള്ള ഒരു അതിർവരമ്പ് അവിടെ എങ്ങനെയാണ് ഇല്ല ഈ സ്ത്രീയെ ഞാൻ രക്ഷിക്കേണ്ടതാണെന്ന് ഇവർക്ക് എങ്ങനെയാണ് വിചാരം വരുന്നത്? ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പറയും, നോക്ക് എന്നെ ഇത് ശല്യത്തിലാണ്, അങ്ങനെ അഥവാ എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട്, എന്നെ അവർ ശല്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സ്ത്രീകളെല്ലാം അടിച്ചമർത്തുകയും ചെയ്യും. മിണ്ടരുത്, ഇവള് കള്ളമാണ് പറയുന്നത്, അവൾ സ്വമേധയാ കൂടെ പോയിട്ട് ഇപ്പോൾ പരാതി പറയുകയാണ് എന്നും പറയും. ഈ തിരിച്ചറിവാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ട്? അതിൻ്റെ ഒരു ഐറണി ആലോചിച്ച് നോക്ക്. എന്തൊരു വിരോധാഭാസമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്ത്രീ പറയുകയാണ് ഇയാൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ പറയാം അവൾ കള്ളിയാണ്. അതേസമയം എവിടെയെങ്കിലും സ്വമേധയാ ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചിരുന്നാൽ ഉടനെ പത്രങ്ങളിൽ ഉൾപ്പെടെ വാർത്തയായി. ഒരു അനക്കമില്ലാത്ത വീട്ടിൽ ഒരു സ്ത്രീയെയും പുരുഷനെയും കണ്ടെത്തി, അവരെ ചോദ്യം ചെയ്തു, അവർ ഭർത്താവും ഭാര്യയും അല്ലായിരുന്നു. അങ്ങനെയാണ്. എവിടെയാണ് ഈ ഭർത്താവും ഭാര്യയും മാത്രം സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണോ കേരളം? ഞാൻ തിരിച്ചു വരാം പാർവതി താങ്കളിലേക്ക്. ഇപ്പോൾ ആക്രമിക്കപ്പെട്ട ആ യുവാവ് ശ്രീ അനീഷ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനീഷ്, നിങ്ങളിരുവരും സുഹൃത്തുക്കളായിരുന്നു, അവിടെ സംസാരിക്കുകയായിരുന്നു, ഈ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് വാട്സപ്പിലൂടെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. അന്ന് എന്താണ് ഉണ്ടായത്? എന്ത് കാരണം പറഞ്ഞാണ് അവർ നിങ്ങളെ ഉപദ്രവിച്ചത്? സാറേ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ആ കുട്ടി. കേൾക്കാം, പറഞ്ഞോളൂ. വളരെ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടി. പറഞ്ഞോളൂ അനീഷ്, കേൾക്കുന്നുണ്ട്. മറ്റൊരു ആവശ്യത്തിന് വേണ്ടി വന്നാണ്. അപ്പൊ എന്നെ കണ്ടു. അപ്പൊ ഞങ്ങളിങ്ങനെ ആ കുട്ടീനെ, ഞങ്ങള് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നുണ്ട്. അതേക്കുറിച്ച് വിശദീകരിക്കണമെന്നില്ല അനീഷ്. അതായത് അത് നിങ്ങളുടെ കാര്യമാണ്, അതിൽ കണ്ടതിൽ തെറ്റൊന്നുമില്ല. അതേക്കുറിച്ചല്ല, ഈ ആക്രമണത്തിലേക്ക് എങ്ങനെയാണ് എത്തി? അവരെന്ത് പറഞ്ഞാണ് നിങ്ങളെ ഉപദ്രവിച്ചത്? ശരി സാർ. അതായത് ഞങ്ങള് ഈ കുട്ടി ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി സൈഡിലോട്ട് പോയതാണ്, ഭയങ്കര അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട്. അത് അപ്പോൾ ഈ ആൾക്കൂട്ടം കുറെ പേരുണ്ടായിരുന്നോ? അവർ ഇല്ല. ആ സമയത്ത് ആ കുട്ടി പോയ സ്ഥലത്ത് നിന്ന് ഒരു ഒച്ച കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ ഈ മദ്യപിച്ചിട്ടുള്ള 2 പേര്, എനിക്ക് അവരുടെ മുഖം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. മദ്യപിച്ചിട്ടുള്ള 2 പേര് ആ കുട്ടീനെ കയറി പിടിച്ച് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ വേറെ പരിപാടിക്ക് വന്നാൽ നമുക്ക് മനസ്സിലായി, ആദ്യം നീ ഇവിടെ വന്നിട്ട് ബാക്കി പിന്നെ അവരെ വിളിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ നിന്റെ പ്ലാൻ? അപ്പൊ എന്തായാലും പൈസയാണ്, ഞങ്ങളും പൈസ തരാം, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ ബലമായി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവള് ബഹളം വെച്ചു. അപ്പോഴത്തേക്കും ഞാൻ ചെന്ന് ഞാൻ അവരെ പിടിച്ചു മാറ്റി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവര് ഞങ്ങളുടെ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ആദ്യം എടുത്ത് 2 സിം അവർ ഊരിയെടുത്തു. അതിനുശേഷമാണോ ഈ ക്യാമറയിലൊക്കെ എടുക്കുന്നത്? അതായത് നിങ്ങൾ അതെ, 2 പേര് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റിനുള്ളിൽ വേറൊരു 3 പേര് കൂടി വന്നു. ആ സമയം ആ 3 പേര് വരുന്ന മുമ്പ് ഞങ്ങൾ കുറച്ച് അവരുടെ അടുത്ത് കുറച്ച് തന്റെ ഇടത്തിലൂടെ തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ ഈ ബാക്കി ഒരു 3 പേര് കൂടി വന്നപ്പോ ടോട്ടൽ ഒരു വലിയ ക്രൗഡായി. അപ്പൊ എനിക്ക് എന്താ ഈ കുട്ടീനെ വല്ലതും ചെയ്യുമോന്നൊക്കെയുള്ള പേടിയായി. ഹലോ, കേൾക്കാം. ഈ അനീഷ്, ഇത് എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? പോലീസ് നിങ്ങളെ സമീപിച്ചിരുന്നോ? പരാതി കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പരാതി കൊടുക്കുന്നുണ്ട്. പോലീസ് നിങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നോ? ഞാൻ കൊല്ലത്തെ കമ്മീഷണർ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് തിരിച്ചു വരാം. അല്പസമയം കൂടെ താങ്കൾ ടെലിഫോണിൽ നിൽക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശ്രീ മഞ്ജുക്കുട്ടൻ, ഈ താങ്കൾ നേരത്തെ പറയുന്നതുമായി ചേർന്ന് നിൽക്കുമത് ഈ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്ത് ഇതിനു വേണ്ടി മാത്രമായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ഒറ്റക്കൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൾ കൂടെ, അനീഷ് കൂടെ അങ്ങോട്ട് ചെന്നതോടുകൂടി അവരെ 2 പേരെയും ചേർത്ത് ദൃശ്യങ്ങൾ എടുക്കുക എന്നതാണ് സംഭവിച്ചത്. കൂടുതൽ ആളുകൾ അവിടേക്ക് വന്നു എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ടോ അല്ലാതെയോ ഈ പറയുന്ന സാഹചര്യങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ട് അവിടെയുണ്ട്. താങ്കൾ നേരത്തെ 1-2 സംഭവ വികാസങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരിടമാണ് എന്നത് മുൻകൂട്ടി കണ്ട് നമ്മുടെ ക്രമസമാധാന പാലകർ ആ പ്രദേശത്തെ നിരീക്ഷണത്തിൽ വെക്കാത്തത് എന്തുകൊണ്ടാണ്?
ഇങ്ങനെയൊക്കെ ചെയ്തു കളയാം, എന്നാലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ വരിക എന്ന ധാർഷ്ട്യത്തിലേക്ക് ഈ ഗുണ്ടകൾ എത്തുന്നതിന് ഉള്ള സാഹചര്യം എന്താണ്? ഈ പോലീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇത്തരം ചില ക്രിമിനലുകളുടെ ഭാഗമാണ് സർ. അതായത് പല സംഭവങ്ങളിലും എനിക്ക് വ്യക്തമായി നേരിട്ട് ഇന്നലെ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്ത് കരുനാഗപ്പള്ളി ACPയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരാതി തരാതെ എനിക്കൊരു നിവൃത്തിയില്ല, അതിനെക്കുറിച്ച് തിരക്കലല്ല എൻ്റെ ജോലി എന്നാണ് ACPയുടെ മറുപടി. അപ്പോൾ അത്തരത്തിൽ പോലീസുകാർ പോലും ഇത്തരത്തിലൊരു സദാചാര ഗുണ്ടകളായി മാറുന്ന കാലഘട്ടമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം അതായത് നമുക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവം ഇത് തന്നെയാണ്. അതായത് പരാതിക്കാരിയായ കുട്ടികൾക്കെതിരെ കൗണ്ടർ കേസ് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അവിടുത്തെ പോലീസ് മാറി. അപ്പോൾ കരുനാഗപ്പള്ളിലും മറിച്ചല്ല സംഭവം. ഈ സംഭവ സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പോലീസിനെ ഇടാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കാനോ ഇതുവരെ പോലീസ് അധികാരികൾ തയ്യാറായിട്ടില്ല. ഈ പറയുന്ന കണക്ക് വളരെ വ്യക്തമായി എൻ്റെ സുഹൃത്ത് മുമ്പേ പ്രതികരിച്ച ഇരയായ കുട്ടി പറയുകയുണ്ടായി. അതായത് ഇവർ അവിടെ ചെല്ലുമ്പോൾ അവർ എങ്ങനെങ്കിലും ഈ ആളുകൾ കൂടുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം അതിനുവേണ്ടി പലപ്പോഴും കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. അതായത് ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ വിടണം, ഞങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് അവിടുന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർ കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ കുറ്റം ചെയ്യാത്തവരാണെങ്കിൽ പോലും ആ സിറ്റുവേഷനിൽ അവർ കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. അപ്പം ആ കുറ്റം സമ്മതിക്കുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് വാട്സാപ്പുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വലിയ ഒരു കൂട്ടം ഗുണ്ടകൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നരമ്പ് രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ച് കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുകയാണ് സാർ വേണ്ടത്. ഇവിടുത്തെ യുവജന സംഘടനകൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി നിലപാട് വ്യക്തമാക്കണം. ഇത്തരത്തിലുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കൈകാര്യം ചെയ്യുന്നതിൽ അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പോലീസ് ഇത് ചെയ്തില്ല എങ്കിൽ യുവജന സംഘടനകളും അതേപോലെ തന്നെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും ഈ കാര്യം നേരെ കൈകാര്യം ചെയ്യുന്നതിൽ രംഗത്ത് വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ. ശ്രീമതി KK ഷാഹിന കൊച്ചിയിൽ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ഷാഹിന, പരാതി തരാതെ പറ്റില്ല, പരാതി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാനാകൂ എന്നാണ് ഈ വിഷയത്തിൽ, കൊല്ലത്തെ ഈ വിഷയത്തിൽ പോലീസിൻ്റെ നിലപാട്. യഥാർത്ഥത്തിൽ രണ്ട് മനുഷ്യരുടെ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് അവരുടെ സമ്മതമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തുക എന്നൊരു കുറ്റം അവിടെയുണ്ട്. ഒപ്പം അവരെ മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് തെറിവിളിക്കുന്നതും അതിനകത്തുണ്ട്. ഒരു പോലീസിന് വാട്സപ്പിലൂടെ ഈ കാര്യങ്ങൾ പ്രചരിക്കുന്ന ഘട്ടത്തിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാനൊക്കെ ഇത് മതിയായ സംഗതികളല്ലേ? എന്തുകൊണ്ടാകണം ഇതുപോലൊരു സംഭവത്തിൽ കേസൊന്നും എടുക്കേണ്ടതില്ല, പരാതി കിട്ടുകയാണെങ്കിൽ ഇടപെടാം എന്ന നിലപാടിലേക്ക് പോലീസ് എത്തുന്നത്? ഷാഹിന, കേൾക്കാമോ? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഫോണിൽ വിളിച്ചാൽ മതി, ഞാൻ തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ശ്രീമതി പാർവതി അങ്ങനെയാകുന്നത്? അതായത് ഈ പോലീസ് ഇങ്ങനെ ഒരു മനോനിലയിലേക്ക് എത്തുന്നത്? പോലീസിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് ഈ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. പോലീസിന് എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ പൊതുവേദികൾ, ഇപ്പോൾ ഓണം പോലെയുള്ള ഒരു ആഘോഷ പരിപാടികളിൽ മാത്രം പൊതുജനം നിരത്തിറങ്ങിയാൽ അവർക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെയോ ഏതെങ്കിലും ഉത്സവത്തിൻ്റെയോ ഭാഗമായിട്ട്. അല്ലാതെ പൊതുവേ ജനം സന്ധ്യയ്ക്ക് ശേഷം വെറുതെ പോലും റോഡിലിറങ്ങുന്നവർക്ക് വലിയ ഒരു സമാധാന പ്രശ്നമാണ്. സിനിമയ്ക്കൊക്കെ പോയി കുടുംബമായിട്ട് വന്നാലും അവർ ചോദിക്കും എന്തിനാ വന്നത്, എന്തിനാ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് എന്തിൻ്റെ മൂറിങ്സാണ് ഇത്? പണ്ട് മുതലേ ഈ അവരെ പഠിപ്പിച്ചതിൻ്റെ, അവരെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ആണോ എന്നറിയില്ല. ഇത് നമ്മളുടെ രാജ്യമാണ്, നമ്മൾ ഇവിടെ ജീവിക്കുന്നവരാണ്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ചിലപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി നടന്നിരിക്കും, ചിലപ്പോൾ ആ പേയ്മെൻറ്റിൽ ഇരുന്നിരിക്കും, വർത്തമാനം പറഞ്ഞിരിക്കും, മതിൽ കയറി ഇരുന്നിരിക്കും. ഇത് നമ്മൾക്ക് സംരക്ഷണത്തിന്റെ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന സംഭവം സംരക്ഷിക്കണം. അല്ലാതെ അവരുടെ കൂടെ അവർ ആരോഗ്യകരമായി സന്തോഷിച്ച് ചിരിച്ചിരിക്കുന്നിടത്ത് എന്നിട്ട് അവരുടെ നിങ്ങൾ വീട്ടിൽ പോകുന്നു പറയുന്നതിൽ ഒരു കാര്യമില്ല. അങ്ങനെ അല്ലല്ലോ അതിന്റെ സിസ്റ്റം പ്രവർത്തിക്കേണ്ട. അല്ല, ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സനീഷേ. ഈ പറയുന്ന ഹെട്രോസെക്ഷൽ ആരോഗ്യമുള്ള മുതിർന്ന പുരുഷന്മാരുടെ സൗഹൃദവും പ്രണയവും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഇവരുടെ എല്ലാം കാമം എവിടെയാണ് ഒടുങ്ങുന്നത്? അവിടെയാണ് നമ്മൾ ഇത്രയും അധികം പിന്നെയും പറയുന്നത്. ഇത് മുഴുവൻ ഈ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലേക്ക് ചെത്തിപ്പെടും. റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത, ഒരിക്കലും പരാതി പറയാത്ത 10 വയസ്സിലുള്ള കുഞ്ഞുങ്ങളെ എത്രയാണ് ഓരോ ദിവസവും പീഡിപ്പിക്കപ്പെടുന്നത്? അതിൻ്റെ ഏത് കേസ് എടുക്കുന്നുണ്ട്? ആരറിയുന്നുണ്ട് പുറത്ത്? എത്രയോ കേസുകളാണ് നമുക്ക് രഹസ്യമായിട്ട് വരുന്നത്. വിളി പറയല്ലേ മാഡം, പോലീസ് അറിയല്ലേ, അവരറിയല്ലേ, ഇവരറിയല്ലേ. നമ്മളുടെ
യു കാണ്ട് ഇമാജിൻ എത്ര അളവാണ് കൂടുന്നത്. സെക്ഷുവാലിറ്റി അവരൊന്നും പിന്നെ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആയതുകൊണ്ടോ അങ്ങനെയുള്ള ഒന്നും അല്ല. ആരോഗ്യകരമായിട്ടുള്ള ഈ പുരുഷ സ്ത്രീ ബന്ധത്തിന് തടസ്സം നിൽക്കുന്നതുകൊണ്ട് ആണും പെണ്ണും ഹോസ്റ്റൽസ് എല്ലാം കൂടുകയാണ്. കാരണം ഇതെല്ലാം പിന്നെ കോംപ്ലിക്കേറ്റഡ് റിലേഷൻസ് ആവുകയാണ്. ഇവർക്ക് പിന്നെ ആ പെണ്ണും ബന്ധമായി കഴിഞ്ഞാൽ അവർക്കൊരു ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അസൂയ ഉണ്ടാവുന്നു, അവർ തമ്മിൽ വഴക്കാവുന്നു. എന്തുമാത്രം ഇതെല്ലാം അണ്ടർ ദ കാർപ്പറ്റ്. വി ആർ നോട്ട് ഡിസ്കസിങ് ദിസ് അറ്റ് ഓൾ. കേരളം ഒരു ഭയങ്കര ചീഞ്ഞളിഞ്ഞ ഒരു മാനസികാവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ തുറന്നു പറയുന്നത്, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദയവ് ഇതൊന്ന് മോചിപ്പിക്കണം. അല്ലെങ്കിൽ തന്നെ 1891 മറ്റോ ആണ് ആദ്യത്തെ ചൈൽഡ് ബ്രൈഡ് കില്ലിംഗ് കേസ് ഉണ്ടായത്. 10 വയസ്സുള്ള ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് 30 വയസ്സുള്ള ഒരാളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കൺസെൻറ്റ് പിന്നീട് 12 വയസ്സിലേക്കാണ് ആ കുട്ടിയുടെ ചൈൽഡ് എന്ന് വെച്ചാൽ ബ്രൈഡിൻ്റെ കൺസെൻറ്റ് 10-ൽ നിന്നും 12 വയസ്സിലേക്ക് ഉയർത്തി കൊടുത്തുള്ളൂ. അപ്പോൾ 2000 വർഷത്തോളം 10-12 വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിച്ച പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോടുള്ള താല്പര്യം ജന്മനാ തന്നെ അവർക്ക് കൂടും, ആ ഒരു ജനറ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സേഫ് ആക്കാനാണ് നമ്മളിവിടെ പരമാവധി ശ്രമിക്കേണ്ടത്. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും കടന്നു കയറ്റുകയും ചെയ്യാനുള്ള ഒരു ലാഞ്ചന, ഒരു വാസന ഉള്ളിലുള്ള ഒരു വലിയ ജനറേഷനാണ് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അപ്പോൾ മറ്റതിഥികളിലേക്ക് വരാം വളരെ പെട്ടെന്ന്, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീമതി ഷാഹിന, സാങ്കേതിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് നേരത്തെ എത്താനാകാതെ പോയത്. നേരത്തെയുള്ള ചോദ്യത്തിന് മറുപടി, എന്തുകൊണ്ടാണ് പോലീസിനകത്തും ഇങ്ങനെയൊരു മനോഭാവം, ഇതിങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ എന്നൊരു നില അവർക്കുള്ളിലുമുണ്ടോ? അതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് സനീഷ്, ഇപ്പോ കൊലപാതകമൊക്കെ പോലെയുള്ള വളരെ ഗ്രേവ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളിലല്ലാതെ വേറെ ഏത് തരം കുറ്റകൃത്യങ്ങളിലാണ് പരാതിയില്ലാതെ പോലീസ് സാധാരണഗതിയിൽ കേസെടുക്കുകയും കേസുമായി മുന്നോട്ട് പോയിട്ട് ചെയ്തത്? അത് ഇപ്പം ഈ സദാചാര പോലീസിംഗിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് IPC-യിലെ മറ്റ് സാധാരണ വകുപ്പുകൾ, അതായത് ഇപ്പോ ഇവര് ഈ ആൾക്കൂട്ടം കൂടിയിട്ട് അവരെ കൈവച്ചിട്ടുണ്ടെങ്കിൽ അസോൾട്ട്, അതല്ല അവരെ അപമാനിക്കുക, അങ്ങനെയൊക്കെ അതാണെങ്കിൽ ഇപ്പൊ പുതിയ 2013 അമെന്റ്മെന്റിനകത്ത് ഹരാസ്മെന്റിന്റെ വകുപ്പ്, മെന്റൽ ഹരാസ്മെന്റ് ഉണ്ട്. ഇങ്ങനെ IPC-യിലെ തന്നെ വിവിധ വകുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് എടുക്കാൻ കഴിയുക. അപ്പം അത്തരം കാര്യങ്ങളിൽ അത്തരം വിഷയങ്ങളിൽ എപ്പോഴാണ് പോലീസ് പരാതിയില്ലാതെ കേസെടുക്കുന്നത് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ കൊലപാതകമൊക്കെ ഒഴിച്ചുള്ള കാര്യങ്ങളിൽ ഇതിന് രണ്ടു തരത്തിൽ കാണണം. ഒന്ന്, നിയമം കൊണ്ട് മാത്രം ഇത് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ട്, നിയമം കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റില്ല എങ്കിൽ പോലും സദാചാര പോലീസിംഗ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ വിഷയം. പക്ഷെ ഇതിൽ ആദ്യത്തെ വിഷയം എന്നതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വിഷയം, ഇത് നിയമം കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ളത് തന്നെയാണ്. ഇതില് ഇപ്പൊ പലപ്പോഴും ഈ സദാചാര പോലീസിംഗ് നടത്തുന്ന ആളുകൾക്ക് ഇപ്പൊ മറ്റ് പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ആളുകളെക്കാളും ഇത് ചെയ്യാൻ അവർക്ക് കൂടുതൽ ധൈര്യം നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിലെ പരാതിയുടെ അഭാവം തന്നെയാണ്. അതായത് പലപ്പോഴും ഈ പെൺകുട്ടികളും ആൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവർക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സംഗതി. അതായത് വീട്ടിൽ അറിയാതെയാവും ചിലപ്പോൾ പലപ്പോഴും ഇവർ പുറത്തിറങ്ങുന്നുണ്ടാവുക, അല്ലെങ്കിൽ വീട്ടിൽ അറിഞ്ഞാൽ പോലും വീട്ടിൽ വലിയ തോതിൽ ഇപ്പൊ വീട്ടുകാരൊക്കെ തന്നെ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിന് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമാവും ഉണ്ടാകുക. എനിക്ക് പലപ്പോഴും ഞാൻ ഈ സദാചാര പോലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, ഇതിന് പ്രത്യേകിച്ച് മതമോ പാർട്ടിയോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പൊ DYFI സദാചാര പോലീസിന് ഇങ്ങനെ എതിരെ പരിപാടി നടത്തുന്നു എന്ന് പറയുന്നു. പലപ്പോഴും കേരളത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന സദാചാര പോലീസിംഗ് സംഭവങ്ങളിൽ വളരെയധികം റോൾ എടുക്കുന്നുണ്ട് DYFIക്കാരായിട്ടുള്ള ആളുകൾ. DYFIക്കാർ മാത്രമല്ല, എല്ലാ സംഘടനകളിൽ പെട്ടവരും എല്ലാ പാർട്ടികളിൽ പെട്ടവരും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള സംഭവങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് മതമോ ജാതിയോ പാർട്ടി ഭേദമോ ഒന്നുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഇപ്പൊ മലപ്പുറം പോലുള്ള ജില്ലകളിൽ ഇപ്പൊ മുസ്ലിം പെൺകുട്ടികൾ തട്ടമിടാതെ പുറത്തിറങ്ങുന്നതിനെതിരെ തട്ടം ഇടിക്കാൻ നടക്കുന്ന കുറെ ഇസ്ലാമിന്റെ സംരക്ഷകരായിട്ടുള്ള കുറെ ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടൻ തന്നെ അത് മതത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇതൊന്നും അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രശ്നമോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു മൈൻഡ് സെറ്റാണ്, ഇത് പാട്രിയാർക്കിയാണ്. ഈ പക്ഷേ ശ്രീമതി ഷാഹിന, ഇങ്ങനെ ശ്രീമതി ഷാഹിന,
ഇത് തെറ്റായ കാര്യമാണ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുമുണ്ടല്ലോ ന്യായീകരണം. അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിനു ശേഷവും ഈ ഗുണ്ടാ പ്രവർത്തനമോ അക്രമങ്ങൾക്കോ ഒന്നും പ്രോത്സാഹനം നൽകാത്ത വളരെ പ്രായം ചെന്ന സാത്വികരായിട്ടുള്ള ആളുകൾ പോലും പറയുന്ന ഒരു കാര്യം, എന്തിനാണ് അവിടേക്ക് പോകുന്നത് എന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, തെളിവ് അവർക്ക് എന്തെന്ന് വെച്ചാൽ ഇത്തരം സംഭവങ്ങളിൽ ചെന്നപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് പരിക്കേൽക്കുന്നുണ്ട്, അവർ ആക്രമിക്കപ്പെടുന്നുണ്ട്, സ്ത്രീകൾ വലിയ തോതിൽ ബലാത്സംഗത്തിന് ഇരയാകുന്നുണ്ട്, അത്തരം സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ കൂടുന്നുണ്ട് എന്നതാണ്. അതിക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തരം അപകടം പിടിച്ച അവസ്ഥയിലേക്ക് നിങ്ങൾ പോകാതിരിക്കൂ എന്ന് പറയുന്നതിനെ ആ സാത്വികമായ നിലയെ അങ്ങനെ പോസിറ്റീവായിട്ട് കൂടെ കാണേണ്ടതല്ലേ? നമ്മൾ ഇത്തരം സംരക്ഷണ സംഗതികളെ എല്ലാം തന്നെയും നിഷേധിച്ചു കളഞ്ഞാൽ ഏത് നിലക്കാണ് കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു അടുക്കും ചുട്ടയും വരിക? അതിപ്പോ പേപ്പട്ടി കടിക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നതിന് തുല്യമാണ് ഇത്. അതായത് സ്ത്രീകൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ അവർ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് വലിയ അസംബന്ധമാണ്. ഒരുപക്ഷെ ഏറ്റവും അധികം സ്ത്രീകളുടെ നേരെയുള്ള ആക്രമണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്നത് വീടുകൾക്കകത്ത് തന്നെയാണ്. അപ്പോ അതൊന്നും ഒരു കാരണമല്ല. ഇത് സ്ത്രീകളുടെ സാമൂഹ്യ നിലയോടുള്ള ഒരു മനോഭാവമാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായി തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. സ്ത്രീകൾ എന്ന് പറയുന്നത് ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടേണ്ട അചേതന വസ്തുക്കളാണ് എന്ന ഒരു വളരെ രൂഢമൂലമായിട്ടുള്ള ഒരു ധാരണ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ, റോഡിലൊരു സ്ത്രീയെ കണ്ടാൽ ആ സ്ത്രീയോട് എന്താ, ആരാ, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ ചോദിക്കാനുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ഞങ്ങൾക്കുണ്ടെന്ന് കേരളത്തിലെ ഒട്ടുമിക്കവാറും ആളുകൾ വിചാരിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ സംസാരിച്ചവർ ആരോ പറയുന്നത് കേട്ടു ഇതൊരു ന്യൂനപക്ഷമാണെന്ന്. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ ശാരീരികമായി ആക്രമിക്കാൻ മുതിരുന്നവർ ഒരു ന്യൂനപക്ഷമാകാം. പക്ഷേ ഭൂരിപക്ഷം ആളുകളും സ്ത്രീകളോട് സ്ത്രീകളുടെ പ്രൈവസിയിൽ ഇടപെടാനും സ്ത്രീകളെ ചോദ്യം ചെയ്യാനും തങ്ങൾക്ക് അവകാശമുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയ എടുത്താൽ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സദാചാര പോലീസിനെതിരെ വലിയ കോലാഹലം നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ സദാചാര പോലീസിംഗിന്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമാണ്. സകല സ്ത്രീകളുടെയും പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും അവരുടെ പ്രൊഫൈലിലും ഒക്കെ കയറി സ്ത്രീകളോട് ഒരുതരം അധികാര ഭാവത്തോടു കൂടി സംസാരിക്കാൻ ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ഷാഹിന, ഈ സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള ഇടപെടലുകളിലേക്ക് ഒന്നുകൂടി വിശദമായി പറയേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ ബി ശിവദാസൻ, DYFI നേതാവ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശിവദാസൻ, ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടേത്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റേത് എന്നൊന്നും വേർതിരിച്ചു വെക്കാനാകാത്ത വിധം എല്ലാ മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഐക്യത്തോടുകൂടി, അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഐക്യത്തോടുകൂടി നിൽക്കുന്നൊരു വിഷയമായിട്ട് താങ്കൾക്ക് കൂടി അറിയാവുന്നതാണല്ലോ ഇതിനെ. ഇത് നിയമപരമായിട്ട് തടയാനാവുകയില്ല. ആളുകളുടെ മനോഭാവത്തെ മാറ്റുക എന്നതിലൂടെ മാത്രമേ സ്ത്രീകളും വ്യക്തികളാണ്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ആരോഗ്യകരമായിട്ടുള്ള സഹവാസം ഉണ്ടാകേണ്ടതുണ്ട്. അവ തടയേണ്ടതല്ല എന്നതൊക്കെ മനോഭാവത്തിൻ്റെ മാറ്റത്തിലൂടെ കൊണ്ടുവരാനാകൂ എങ്കിൽ ഇത്രയും കാലവും നമ്മുടെ സമൂഹം ഇത്ര കടഞ്ഞതും ഇപ്പോഴും ഇത്തരം അക്രമ സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുവജന സംഘടനകൾ അടക്കമുള്ള ആളുകളുടെ കുഴപ്പമല്ലേ അത്? അതിനെ തിരുത്താൻ കാലം മാറിയിട്ടുണ്ട്. യുവജന സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ അതിനനുസരിച്ച് മാറണമെങ്കിൽ അതിനെ തിരുത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് താങ്കളുടേതടക്കമുള്ള സംഘടനകൾ ചെയ്യാൻ പോകുന്നത്? ഇത് കേവലമായി മനോഭാവത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു സാമൂഹ്യ വ്യവസ്ഥയുടെ കൂടി പ്രശ്നമാണ്. അപ്പൊ ഈ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിനകത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു ചിന്ത, സ്ത്രീ ഒരു രണ്ടാം പൗരന്മാരാണ് എന്നുള്ള വിലയിരുത്തൽ പലരുടെയും മനസ്സിലത് രൂഢമൂലമായി കിടക്കുകയാണ്. അപ്പൊ ഇത് പ്രൈമറി സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെ കാണുന്നു, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും കാണുന്നു. സ്ത്രീകളെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം വീക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടുന്ന വിഷയമാണ്. DYFIയിൽ പ്രവർത്തിക്കുന്നവർ, SFIയിൽ പ്രവർത്തിക്കുന്നവർ, യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ, ഇതൊക്കെ ഈ സംഘടനകളെ മാത്രം എടുത്ത്, ഏതെങ്കിലും ഒന്നോ രണ്ടോ സംഘടനകളെ മാത്രം എടുത്ത് ആ സംഘടനയിൽ ആരെങ്കിലും അതിൽപ്പെട്ടോ എന്ന് എടുത്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമല്ല ഇത്. DYFIക്ക് പ്രഖ്യാപിത നിലപാടുണ്ട്, SFIക്ക് പ്രഖ്യാപിത നിലപാടുണ്ട്. ആ പോകുന്നതിന് പകരം ഇന്നത്തെ ഈ സമൂഹത്തിനകത്ത് ഇതിന് കാരണമായി തീരുന്ന ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ തലമുണ്ട് എന്ന് നമ്മൾ പരിശോധനയ്ക്ക് തയ്യാറാവണം. ഇപ്പൊ ഷാഹിനിയുടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഒരു അചേതന വസ്തുവായി വിലയിരുത്തുന്ന ഒരു രീതിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. സ്ത്രീ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഇടപെടുന്നതിന്, പുരുഷന്മാരെ പോലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സമരമുഖത്തും പഠനമുഖത്തും എല്ലാം യാതൊരുവിധ വിവേചനവുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയേണ്ടുന്ന ഒരാളാണ് എന്നതിന് പകരമായി വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉൾപ്പെടെ സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന എന്താണ്?
വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ പോലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് കലാലയങ്ങൾക്ക് അവിടെയാണ് പ്രശ്നം. ശ്രീ ശിവദാസൻ, ഞാൻ താങ്കളുടെ പക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ആ വിഷയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരികയല്ല. പക്ഷേ അപ്പോൾ തന്നെയും യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവം നേരത്തെ KSU നേതാവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. KSUവും കോൺഗ്രസിൻ്റെ മറ്റ് സംഘടനകളും ഒക്കെ ഇക്കാര്യത്തിൽ വളരെ ശുദ്ധരാണ് എന്ന നിലക്കൊന്നുമല്ല ഈ ചോദ്യം. പക്ഷേ ഈ പുരോഗമന പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് പോലും ഇനിയിപ്പോൾ അവിടെ നടന്ന എന്തിൻ്റെ പേരിലായിട്ടുള്ള അക്രമങ്ങളാണെങ്കിൽ തന്നെയും അതിന് ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഇവർ ലൈംഗികമായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരെ തല്ലേണ്ടി വന്നത് എന്ന നിലപാട് പുറത്തേക്ക് പറയുകയാണ് അവർ ചെയ്യുന്നത്. അത് ഇങ്ങനെ രണ്ടുപേർ പ്രണയത്തിലാണ്, അല്ലെങ്കിൽ അവർ ശാരീരികമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വിചാരിക്കുക. അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത വിധം സ്വകാര്യമായ ഇടങ്ങളിലാണെങ്കിൽ തന്നെയും ഞങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്, ഞങ്ങൾ അവരെ അടർത്തി മാറ്റേണ്ടതുണ്ട് എന്നൊക്കെ തോന്നുന്നത് പഴഞ്ചൻ നിലപാടുകളാണ്, ശരിയല്ലാത്തതാണ് എന്ന് പച്ചക്ക് സ്വന്തം പ്രവർത്തകരെ പറഞ്ഞു കൊടുക്കേണ്ടുന്ന സമയം കൂടെ ആയിട്ടില്ലേ? അക്കാര്യത്തിൽ നിങ്ങൾക്ക് വിവേചന മനോനിലയുണ്ടോ? ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഇടപെടേണ്ടത്, ഇന്ന സ്ഥലങ്ങളിൽ ഇനി ഇടപെടാൻ പാടില്ല എന്ന് വിവേചനത്തോടെ വേണമോ അതിലിടപെടാൻ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യം പരിപൂർണമായിട്ട് അംഗീകരിച്ചു കൊടുക്കുക എന്ന നിലപാടാണോ സ്വീകരിക്കുക? സനീഷ്, ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നില്ല. കാരണം KSU നേതാവിന്റെ വാക്ക് പറഞ്ഞതുകൊണ്ട് ഒന്ന് സൂചിപ്പിക്കാം. KSUവിന്റെ വലിയേട്ടനാണല്ലോ NSU, നാഷണൽ സ്റ്റുഡന്റ് യൂണിയൻ. അതിന്റെയൊക്കെ നേതാവായിരുന്ന നൈന സാഹ്നി എന്ന് പറയുന്ന സ്ത്രീയെ രാകേഷ് സിംഗ്നി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തന്തൂരി അടുപ്പിലെത്ത് ഡൽഹി അശോക ഹോട്ടലിലെത്ത് ചുട്ടുകൊല്ലുകയായിരുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ സംഘടനയുടെ മനോഭാവത്തിന്റെ ഒരു തലം അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ടുന്ന നിലപാടെന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ തുല്യമായി ഇടപെടുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്തിരുന്ന് സംസാരിച്ചാൽ അവരെങ്ങനെയോ ആവട്ടെ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് പല നിലയിലുള്ള കാര്യങ്ങൾ, ഒരു അക്കാഡമിക് രംഗത്തുള്ള ഒരു സ്ത്രീക്ക്, എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്ന സ്ത്രീക്ക് അതേ മേഖലയിലുള്ള മറ്റൊരു പുരുഷനായിട്ടുള്ള ആളുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വന്നേക്കാം. സയൻസ് സബ്ജക്റ്റിലുള്ള ഒരാൾക്ക് അതേ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വന്നേക്കാം. ഇത് ഇവിടെ പല വിഷയങ്ങൾ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംസാരങ്ങൾ മുഴുവൻ ഇവിടെ ലൈംഗികതയുടെ ഒരു തലത്തിൽ മാത്രം നോക്കി കാണുന്ന മാനസിക രോഗികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വലിയ നിലയിലുണ്ട്. ഇനിയിപ്പോൾ ശ്രീ ശിവദാസൻ ഈ കടപ്പുറത്ത് അല്ലെങ്കിൽ വേറെ ഒരു പൊതുവായുള്ള സ്ഥലത്ത് ഇത് ആരെങ്കിലും കുറ്റപ്പെടുത്താനായിട്ടുള്ള ചോദ്യങ്ങളല്ല എന്ന നിലക്ക് തന്നെ വേണം താങ്കൾ മറുപടി പറയാൻ. ഏതെങ്കിലും സംഘടനയോടോ ഏതെങ്കിലും നേതാവിനോടോ ഉള്ള ചോദ്യമല്ല. ഇനിയിപ്പോൾ പ്രണയത്തോടെ ഇടപെടുകയാണ് എന്ന് തന്നെ കരുതുക, അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ് മറ്റുള്ളവർ വേണ്ടത് എന്ന നിലയിലേക്ക് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന സമയമായിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് തെറ്റായിരിക്കുമോ അങ്ങനെ ഒരു നിലപാടെടുത്താൽ? എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ എപ്പോഴും ചില മര്യാദകളുണ്ട്, സാമൂഹ്യ മര്യാദകൾ. ആ സാമൂഹ്യ മര്യാദകൾ എന്ന് പറയുന്നത് ഒരു നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു നീണ്ട കാലത്തെ ഞാൻ പറയുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീമതി പാർവതി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് എല്ലാത്തിനെയും ഒരുപോലെ ഈ ഗുണ്ടായിസം എന്ന ഇടപെടൽ പോലെയല്ല, ചിലതരം സാമൂഹ്യ മര്യാദകൾക്കകത്തുകൂടെയൊക്കെ കടന്നുപോയാലല്ലേ എല്ലാത്തിനും ഉണ്ടാകുമല്ലോ, ഉത്തരവാദിത്വം കൂടെ ചേർന്നാണല്ലോ സ്വാതന്ത്ര്യം. തീർച്ചയായിട്ടും അത് നമ്മൾ പഠിപ്പിക്കേണ്ട വീടുകളിൽ നിന്നാണ്. നമ്മൾ പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ ഒരാളെ എന്നല്ല, നമ്മൾ പഠിപ്പിക്കേണ്ടത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് അത് പഠിപ്പിച്ചു വിടേണ്ടത് വീടുകളിൽ നിന്നാണ്. വെളിയിൽ ഇറങ്ങിയിട്ട് ഒരു കുട്ടിക്ക് ഉള്ള വാല്യൂ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കേണ്ടത് സമൂഹം അടിച്ചിട്ടല്ല. അത് ഇപ്പോൾ പണ്ട് കാലത്ത് ഒരു കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതൊന്നും ഇവർ കാണണം. ഈ സാമൂഹ്യ മര്യാദ എന്ന് പണ്ടൊക്കെ ആണെങ്കിൽ 18 വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടും. ഇപ്പോൾ 27, 28, 29 വയസ്സ് വരെ പെൺകുട്ടികൾ ചിലപ്പോൾ കല്യാണമേ കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ തീരുമാനിക്കാൻ കാരണം അവരുടെ വീട്ടിലെ അനുഭവങ്ങൾ കാരണമാണ്. അവരുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക്, അവരുടെ വീടുകളിലെ പ്രശ്നമൊക്കെ കാരണമാണ്. അവർക്ക് അതൊന്നും വേണ്ട, ഞാൻ എൻ്റെ ജീവിതം ഞാൻ ജീവിക്കാൻ പോകുന്നു, സ്വതന്ത്രമായ ഒരു കൂട്ടുകാരനുണ്ട്, ഞാൻ അവനുമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് തീരുമാനിക്കുക. ഒരുപക്ഷെ രാത്രി ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ തട്ടുകടയിൽ നിന്ന് വരികയും തിരിച്ചു പോവുകയും അവർ പരസ്പരം കെട്ടിപ്പിടിച്ചെന്നോ ഉമ്മ വെച്ചെന്നോ ഒക്കെ ഇരിക്കാം. ഇനിയുള്ള കാലങ്ങളിൽ അത് കണ്ടു തന്നെ ഇരിക്കും, തീർച്ചയായിട്ടും ഇത് കാണാതിരിക്കാൻ പോകുന്നില്ല. അപ്പോഴൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ പേരും പറഞ്ഞു അടിവാളും അടിയുമായിട്ട് വന്ന് ഇവരെ ആക്ഷേപിച്ച് ഇവരുടെ ശരീരം പകർത്തി യൂട്യൂബിലും വീഡിയോയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൊടുത്ത് നാണം കെടുത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട്, അതിന് വില പോവില്ല. കാരണം പെൺകുട്ടികൾ സാരമില്ല നിങ്ങൾ ഇട്ടോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം ഞാൻ പറയുന്ന അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്. കാരണം ഷെയ്മിങ് ദ ബോഡി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീയുടെ ശരീരം നിങ്ങൾ കണ്ടുപോയാൽ
അതോടുകൂടി നിങ്ങളിനി ജീവിക്കാൻ അർഹരില്ല. എനിക്ക് ഇന്നലെ മുഴുവൻ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് പേടിയായിരുന്നു, അവരുടെ വീട്ടുകാരെങ്ങാണോ കയറി ആത്മഹത്യ ചെയ്ത് കളയോ. കാരണം അങ്ങനെ സമൂഹത്തിൽ നാണം കെട്ടുപോയാൽ ഇനി ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒറ്റപ്പെടുത്തുന്ന ഒരു സമൂഹമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇനി ആ വീട്ടുകാരോടൊപ്പം ഒറ്റപ്പെടുത്തും. ഇന്നിപ്പോൾ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി സത്യത്തിൽ. അങ്ങനെ ഒന്നും മുമ്പിലോട്ട് വന്നാൽ ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയാൻ വീട്ടുകാരും അവരും തയ്യാറാവുന്നുണ്ടല്ലോ. ആ കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്. വളരെ വളരെ ആശ്വാസകരമാണ്. സാധാരണ അങ്ങനെയല്ല, സാധാരണ ഒളിച്ചു പോകും. ഇപ്പം എല്ലാ തരത്തിലും, ഇപ്പം ഇത് ഇന്ത്യയിലെ മാത്രം ഒരു കാര്യമല്ല, ഈജിപ്റ്റ് പോലെ എല്ലാ തരത്തിലും ഇങ്ങനെ ഒരു പെട്രിയാർക്കൽ സ്വഭാവമുള്ള എല്ലാ രാജ്യങ്ങളിലെയും പെൺകുട്ടികളെ ഇവർ ചെയ്യുന്നത്, നിങ്ങളുടെ ശരീരം ഞങ്ങൾ പൊതുദർശനത്തിന് വെക്കും, ഒരു പ്രണയത്തിൽ നിന്നും നിങ്ങൾ പിന്മാറിയാൽ നിന്റെ കയ്യിലുള്ള ഒരു ഫോട്ടോ എടുത്ത് ഞാൻ പൊതുദർശനത്തിന് വെക്കും, അതോടുകൂടി നിന്നെ ആർക്കും വേണ്ടാതാവും. ഈ വെർജിനിറ്റിയുടെ മറ്റൊരു കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം ഇനിയുള്ള വരുന്ന തലമുറ ഇത് എഴുതിത്തള്ളും. ഇത് നിങ്ങൾ ഇനി എത്ര പിടിച്ചു നിർത്താൻ നോക്കിയാലും അത് മാറും. ഞാൻ തിരിച്ചു വരാം. ശ്രീ വടക്കഞ്ചേരി, അതായത് വാല്യൂ സിസ്റ്റം, ഈ വാല്യൂ സിസ്റ്റത്തിനകത്ത് നിന്നാണ് ഇവരും ഊർജ്ജം തേടുന്നത്. അതായത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ സിസ്റ്റം എന്താണ്? ഒരു പെൺകുട്ടിയെ നമ്മൾ സംരക്ഷിക്കണമെന്നാണ്. പെൺകുട്ടിയെ എന്തിൽ നിന്ന് സംരക്ഷിക്കണം? പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ടത് ഇത്തരം ലൈംഗികമായ ആക്രമണങ്ങളിൽ നിന്ന്, ലൈംഗികമായ നോട്ടങ്ങളിൽ നിന്ന്. എന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സ്, വസ്ത്രങ്ങൾ എന്തായിരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അവരെ ആളുകൾ നോക്കുന്നുണ്ടോ, ആ നോക്കൽ ശരിയായ കാര്യത്തിലാണോ എന്നത് ഞങ്ങൾ നോക്കും. അവർക്കൊപ്പം ആൺ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ വേർതിരിച്ച് കുട്ടി വീട്ടിൽ പോയിരിക്കൂ എന്ന് ഞങ്ങൾ നോക്കും. അത്തരത്തിൽ സ്ത്രീകളെ ഞങ്ങളുടെ സബ്ജക്ട്സായി കാണുന്ന, സ്ത്രീകളെ ഞങ്ങൾക്ക് താഴെയുള്ള ആളുകളായിട്ട് കാണുന്ന ഒരു വാല്യൂ സിസ്റ്റമാണ് കുടുംബത്തിനകത്ത് നിന്ന് കിട്ടുന്നത്. ഇത്തരം ആക്രമണങ്ങൾക്കുള്ള ഊർജ്ജം തല്ലിയിട്ടും ദൃശ്യങ്ങൾ പകർത്തി ഞങ്ങൾ പരത്തും, ഞങ്ങൾക്കെതിരെ പോലീസ് കേസ് ഉണ്ടാവുകയില്ല എന്നതിനുള്ള ഊർജ്ജം ഈ വാല്യൂ സിസ്റ്റത്തിനകത്ത് നിന്നാണ് കിട്ടുന്നത്. ഏത് തരം സംഘടനകളും നേതാക്കളുമൊക്കെ മാറിയാലും ഈ വാല്യൂ സിസ്റ്റത്തിന് പരിക്കൊന്നും ഏറ്റിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ആ വാല്യൂ സിസ്റ്റത്തിന്, അതായത് സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതായ വാല്യൂ സിസ്റ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ ചർച്ചയിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ബീച്ചിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരോടും ഒന്നിച്ച് നിന്ന് ആ ബീച്ചിൽ കുളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആരും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീച്ചും അതുപോലെയുള്ള സംഗതികളൊക്കെ റിക്രിയേഷനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെപ്പറേഷൻ കണ്ടമാനം ആ വാല്യൂ സിസ്റ്റത്തിൽ പുരുഷനെയും സ്ത്രീയെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ സെക്ഷൽ സ്റ്റാർവേഷൻ അനുഭവിക്കുന്ന സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുണ്ട്. രണ്ട് കൂട്ടർക്കും ഇത് സ്ത്രീയും പുരുഷനുമായിട്ട് ഇങ്ങനെ അടുത്ത് ഇടപഴകുന്നത് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് അസഹിഷ്ണുത കാണുന്നുണ്ട്. സ്ത്രീകളത് ഫിസിക്കലായിട്ട് അവതരിപ്പിക്കുന്നില്ല, അവർ വെർബലായിട്ട് കൂട്ടുകാരികളോട് അവരോടൊക്കെ പറയുന്നു. പുരുഷന്മാരുടെ സ്റ്റാർവേഷൻ അനുഭവിക്കുന്നതായ ആളുകൾ അത് ഈ ഗുണ്ടായിസം വഴി അത് വെളിയിൽ കൊണ്ടുവരികയും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള ചർച്ച വന്നപ്പോൾ ഞാൻ പല പോലീസ് ഓഫീസേഴ്സോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് കേരളത്തിലെ ഈ ഇങ്ങനെയുള്ളതായ കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ ക്രൈമുള്ള സംസ്ഥാനം എന്നുള്ള ഒരു സ്ഥിതിവിവര കണക്കുകൾ നിലവിലുള്ളതുകൊണ്ട് കഴിയാവുന്നിടത്തോളം കേസുകൾ പറഞ്ഞ് രമ്യപ്പെടുത്തിയിട്ട് എടുക്കാതിരിക്കാനായിട്ടുള്ള പ്രവണത ഇന്ന് പോലീസിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരെപ്പോഴും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരാതിയായിട്ട് എഴുതി തന്നാൽ ഞങ്ങൾ സ്വീകരിച്ചോളാം. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ഷാഹിന, സങ്കീർണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കകത്തുകൂടിയല്ലേ ഇത്തരം കാര്യങ്ങളെ കാണാനാവുകയുള്ളൂ. ഇപ്പോൾ സംഘടനകൾക്ക്, യുവജന പ്രസ്ഥാനങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ തുറന്ന മനോഭാവമാണ് അവർക്ക് വ്യക്തിപരമായിട്ടുള്ളതെങ്കിൽ തന്നെയും ഈ സമൂഹത്തിനകത്തേക്ക് അത് അവരുടെ പാട്ടിന് വിട്ടോളൂ, നിങ്ങൾ അത്തരം സംഗതികളിൽ ഇടപെടേണ്ടതില്ല, ആണും പെണ്ണും വളരെ സൗഹൃദത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പ്രണയത്തോടു കൂടിയും ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കാതെ മടങ്ങിപ്പോയിക്കൊള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സമൂഹമല്ല എന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയല്ലാതുള്ള നിലപാടുകൾ എടുത്താൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയില്ലേ എന്ന നിലയിലേക്ക് രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും ഒക്കെ എത്തിച്ചേരാം. പോലീസിൻ്റെതായ കാരണങ്ങളുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇത് ഏത് ഘട്ടത്തിൽ വെച്ചാണ് ഇക്കാര്യം പുരോഗമിക്കപ്പെടുക? ഈ നേരത്തെ പർദ്ദയുടെ കാര്യം പറഞ്ഞു. അക്കാര്യത്തിൽ ആരാണ്, ഏതെങ്കിലും മതസംഘടനകൾ അല്ലെങ്കിൽ പർദ്ദ മതത്തിൻ്റെ അടയാളമാണ്, പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നൊക്കെ പറയുന്ന ഒരാൾ നിനക്ക് പർദ്ദയിട്ടു കൂടെ പെണ്ണെ എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയയിൽ ആക്ഷേപങ്ങൾക്കൊപ്പമല്ലാതെ അതിനെതിരെ നിൽക്കുക എങ്ങനെയാണ്? അല്ല,
അല്ലേ ഇത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ദൗത്യം എന്താണ് എന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യത്തിലേക്കാണ് ഇത് ചെന്നെത്തുക. ഇപ്പം നേരത്തെ ഇവിടെ സഖാവ് ശിവദാസൻ സംസാരിച്ചത് ഞാൻ കേട്ടു. ഇത് പാർട്ട് ഓഫ് ദ പ്രോബ്ലമാണ് ഈ നിലപാട് എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അദ്ദേഹം ഇതിനെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മാത്രമൊന്നുമല്ല, എല്ലാ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തമ്മിൽ ആരോഗ്യകരമായ സൗഹൃദം സാധ്യമാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എക്കണോമിക്സ് പഠിച്ചൊരു സ്ത്രീക്ക് എക്കണോമിക്സ് പഠിച്ചൊരു പുരുഷനുമായി സംസാരിക്കേണ്ടതുണ്ടാവും, എക്കണോമിക്സ് പഠിച്ചൊരു സ്ത്രീക്ക് സയൻസ് പഠിച്ച പുരുഷനോട് സംസാരിക്കാനുണ്ടാവും, അവർ തമ്മിൽ ആണെന്ന് വരാം. ഈ പ്രണയം, ലൈംഗികത തുടങ്ങിയ കാര്യങ്ങളോടുള്ള ഭയം, അത് തന്നെയാണ് മോറൽ പോലീസിങ്ങിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയ്ക്കൊന്നുമല്ല, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തന്നെ നിലപാടുകൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലാണ് അവർ ഈ വിഷയങ്ങളെ കാണുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഒരു പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനുമെതിരെ ഇത്തരത്തിലുള്ള മോറൽ പോലീസിങ് വിഷയം ഒരു 2 വർഷം മുമ്പ് ഉണ്ടായത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. അന്ന് കാര്യമായി സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ പ്രതികരിച്ചവരൊക്കെ പറഞ്ഞൊരു കാര്യം അവർ ഭാര്യയും ഭർത്താവുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ തന്നെ എവിടേക്കോ ഇതിനെ ഒരു തരത്തിൽ ഈ മോറൽ പോലീസിങ്ങിനെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയി എക്കണോമിക്സോ സയൻസോ ഒക്കെ സംസാരിക്കാനല്ല, വെറുതെ പോയി ഇരുന്നതാണ് അല്ലെങ്കിൽ പ്രേമിക്കാൻ പോയതാണ് എങ്കിൽ ഇടപെടാം എന്ന് തന്നെയാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം. നേരത്തെ പാർവതി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വിശപ്പ് പോലെ തന്നെയാണ് മനുഷ്യന് ലൈംഗികത. ഇത് ഈ തരത്തിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യാനും ഇത് അംഗീകരിക്കാനും ഈ ഇവിടുത്തെ പിന്നെ യുവജന പ്രസ്ഥാനങ്ങൾ തയ്യാറാവാതെ, ഇപ്പോൾ ഈ ജനങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും, ഞങ്ങൾക്ക് അതിൻ്റെ 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല രാഷ്ട്രീയം. ഈ ഓരോ 5 കൊല്ലത്തിലേക്കുമുള്ള ഈ യാത്ര എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് എന്താണ് പണി? ഈ യുവജന പ്രസ്ഥാനങ്ങൾ ഏത് തരത്തിലാണ് ഈ വിഷയത്തിൽ ഷാഹിന, ഇത്തരം വാദങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വരുന്ന ഫേസ്ബുക്ക് പ്രതികരണങ്ങളിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പരസ്യമായി മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിലക്കാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട്. പക്ഷേ അത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് തെറ്റാണ്. വിലക്കാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും, 99.99% എന്ന് താങ്കൾക്ക് കൂടെ അറിയാവുന്നതാണ്. അങ്ങനെയല്ലാതെ നമ്മളിപ്പോൾ അവർക്ക് മുന്നിലേക്കാണ് പറയുന്നത് ഇത് സ്വതന്ത്രമായ ലൈംഗികത നടക്കട്ടെ, അല്ലെങ്കിൽ ആളുകൾക്ക് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും അങ്ങനെയുള്ള നിലപാടുകളിലേക്കൊക്കെ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും അതിനെ ഈ പറയുന്ന സദാചാര ഗുണ്ടായിസത്തിന് ഇരകളായിട്ടുള്ള ആളുകൾ പോലും സമ്മതിക്കുകയില്ല എന്ന് നമ്മൾ കാണേണ്ടതല്ലേ? അല്ല സനീഷ്, അങ്ങനെ ഈ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്, ഈ സമൂഹം മൊത്തം അങ്ങനെയാണ് എന്നതുകൊണ്ട് എക്കാലത്തേക്കും മാറ്റിവെക്കപ്പെടേണ്ട ഒരു വിഷയമായി ഞാനിതിനെ കാണുന്നില്ല. കാരണം മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഈ ചർച്ച പോലും. ഇപ്പോൾ ചുംബന സമരം നടന്നു കേരളത്തിൽ. നമ്മൾ അത്തരം വിഷയങ്ങൾ പരസ്യമായി ആളുകൾ ചർച്ച ചെയ്യാനും ഒക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ട്. ആ ഒരു അവസ്ഥയെ, ഇപ്പോൾ ഒരു ന്യൂനപക്ഷമായിരിക്കാം ഈ നിലപാടെടുക്കുന്നത്, ആ അവസ്ഥയെ എല്ലാ കാലത്തും പുരോഗമനപരമായ നിലപാടുകൾ എല്ലാ കാലത്തും നാളെയുടെ രാഷ്ട്രീയം പറഞ്ഞിരുന്നവർ ന്യൂനപക്ഷം തന്നെയാണ്. ആ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത ഇവിടുത്തെ ബഹുജന പ്രസ്ഥാനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. അപ്പോൾ ഇതൊരു വളരെ ഭൂരിപക്ഷം ആളുകളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റം, വളരെ പതുക്കെയാണെങ്കിലും വളരെ ചെറുതായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാറ്റങ്ങൾക്ക് തെളിവുകൾ താങ്കൾ കൂടെ കിട്ടുന്നു. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം, പുരുഷന്മാരാണ് മിക്കവാറും ഈ സദാചാര ഗുണ്ടായിസം ഇതുപോലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. ഇക്കാര്യത്തിൽ കുറെ കൂടെ തുറന്ന നിലപാടുകൾ ഈ സമീപകാലത്ത് എടുത്തു വരുന്നത്. അതിനൊരു ഡൽഹി റേപ്പ് കേസൊക്കെ ഒരുപക്ഷെ അതിനൊക്കെ ശേഷം കേരളത്തിൽ പെൺകുട്ടികളാണ്, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ നല്ല ആർജവത്തോടു കൂടി. ഇവിടെ തന്നെയും ഈ കേസിൽ പെട്ടിരിക്കുന്ന കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്, ആത്മഹത്യ ചെയ്യാനല്ല പോയത്, കേസ് കൊടുക്കും എന്ന നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിലും ആ പെൺകുട്ടികൾ നിലപാട്. ഇവിടെ ആൺകുട്ടികൾ പുരുഷന്മാർ അരക്ഷിതരായി പോകുന്നു, അതുകൊണ്ട് അവർ കൂടുതൽ അക്രമങ്ങളിലേക്ക് പോകുന്നു. സ്ത്രീകൾക്ക് ആ ബുദ്ധിമുട്ടില്ല, അവരാണ് മുന്നോട്ട് പോകുന്നത് എന്ന നിലവുണ്ടോ? കാരണം ഇപ്പോൾ 2 കാര്യമാണ്. നേരത്തെ സനീഷ് ഷൈനയോട് ചോദിച്ച ചോദ്യത്തിനും കൂടെ എനിക്കൊന്ന് കണക്ട് ചെയ്ത് പറയണം. ഇപ്പോൾ 99.9% അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാല്യൂ സിസ്റ്റം, നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്ന ഒരു നിയമത്തിലാണ്.
അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹം വന്നപ്പോൾ പണ്ട് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടികൾ വഴിതെറ്റാൻ പാടില്ല. ഇവിടെ തെറ്റുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. വഴിതെറ്റലല്ല, അവരുടെ തിരഞ്ഞെടുപ്പാണ്. അതാണ് മനസ്സിലാകാത്തത്. കാരണം പണ്ട് നമ്മൾക്ക് കൊടുത്തിരുന്ന ഒരു സുരക്ഷിതത്വം നമ്മുടെ അച്ഛനമ്മമാരോ അല്ലെ അവരുടെ അച്ഛനമ്മമാരോ അവർക്ക് കൊടുത്തിരുന്നതോ ആയ സുരക്ഷിതത്വം ഇന്ന് കുടുംബങ്ങളിലില്ല. കുടുംബങ്ങളിൽ 100% ഇല്ല. കുടുംബങ്ങളിലെ അരക്ഷിതാവസ്ഥ, അവരുടെ അച്ഛനും അമ്മയും തമ്മിൽ തല്ലുകൂടുന്നത്, മദ്യപിച്ചിട്ട് വന്ന് അമ്മയെ തല്ലുന്നതും അമ്മ വേറൊരാളുടെ കൂടെ പോകുന്നതും അച്ഛൻ വേറൊരാളുടെ കൂടെ പോകുന്നതും ഇതിൻ്റെ പേരിലുള്ള വഴക്കും കണ്ടുകൊണ്ടിരുന്ന ഒരു ജനറേഷനാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും കുട്ടികളെ തല്ലി വളർത്തി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർ റെബലായി പോയ ഒരു വലിയ സമൂഹമുണ്ട്. ഈ പെൺകുട്ടികൾക്ക് ആരെയും പേടിയില്ല. അവർ പേടിയില്ല, അവരുടെ തിരഞ്ഞെടുപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ, ബഹുമാനിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മളാണ് അവരുടെ ജീവിതം അങ്ങനെ ആക്കിയത്. അവർ പുറത്തിറങ്ങും, അവർക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കും, മിണ്ടും, ചിലപ്പോൾ കെട്ടിപ്പിടിക്കും, ചിലപ്പോൾ ഉമ്മ വയ്ക്കും. അതിന് പിന്നെ നിങ്ങളുടെ ശരീരം ഞങ്ങളെടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് കളഞ്ഞ് ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ആരും കൂസാൻ പോകുന്നില്ല. പരസ്പര ബഹുമാനത്തോടെ ജീവിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകുക. കടന്നുകയറ്റങ്ങളെ ആണ് ചെറുക്കേണ്ടത്. കടന്ന് ആക്രമിക്കപ്പെടുമ്പോൾ ഒരാൾ രക്ഷപ്പെട്ട് ഓടുന്നതിനിടയ്ക്ക് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ തിരിഞ്ഞു നോക്കൂല. ഒരാൾ വന്ന് എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അവൾ കള്ളം പറയുന്നു എന്ന് പറയും. അല്ലാത്ത സമയത്ത് സഹായമായിട്ട് വരുന്നവരെ വേണ്ട. എന്തിനാണ് സഹായമായിട്ട് വരുന്നത്? ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്നത് ആരാണ്? നമുക്ക് അവസാനിപ്പിക്കാം ചർച്ച. ശ്രീമതി ഷാഹിന, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇത്തരം മാറ്റങ്ങളുടെ കാലത്ത്, അതും ഒരു മൂല്യബോധത്തിൽ നിന്ന് മറ്റൊരു മൂല്യത്തിലേക്കുള്ള വലിയ മാറ്റത്തിൻ്റെ സമയത്ത് സംഘർഷങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ആളുകൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, ഞങ്ങളുടെ അവകാശമാണ് എന്ന നിലക്ക് മുന്നോട്ട് വരികയും അതിനവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇത്രയും കാലം എന്നപോലെ അടിച്ചമർത്തുക നിങ്ങളുടെ രീതികൾക്കനുസരിച്ച്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായത് പർദ്ദയിടാൻ വന്ന ആളുകളെ ഓടിക്കുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങളാണല്ലോ കാണുന്നത്. ഈ സംഘർഷത്തിൻ്റെ ഈ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ കാലത്തിന് ശേഷം കാര്യങ്ങൾ കുറെക്കൂടെ സ്വതന്ത്രമായിട്ടുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരും എന്ന ശുഭാപ്തി വിശ്വാസമാണോ ഉണ്ടാകേണ്ടത്? സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ വളരെ ന്യൂനപക്ഷമാണെങ്കിൽ പോലും ഈ പ്രതികരിക്കുന്ന സ്ത്രീകൾ എന്നത് തീ പടരുന്ന പോലെ സമൂഹത്തിൽ പടരുന്ന ഒരവസ്ഥയുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ പുരുഷന്മാരെ മുൻപില്ലാത്ത വിധത്തിൽ അരക്ഷിതരാക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ ആർത്തവത്തിൻ്റെ ചിത്രമെടുത്ത് അല്ലെങ്കിൽ സാനിറ്ററി പാഡിൻ്റെ ചോര പുരണ്ട ചിത്രമെടുത്ത് ഫേസ്ബുക്കിലിടാൻ തയ്യാറാവുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ശക്തമായൊരു സന്ദേശമാണ്. അത്തരം അവർ ഒരു ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ സന്ദേശം വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള ഒരു കാലമായതുകൊണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറേ കൂടി ഫാസ്റ്റായി ഇത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി എനിക്കൊരു വിശദീകരണം തരേണ്ടതുണ്ട്. ഈ സമൂഹം മോശമായ നിലയിൽ കാണുമ്പോൾ ഇടപെടണം എന്ന തരത്തിലുള്ള ഒരു പരാമർശം വന്നു. ഈ മോശമായ നില എന്നത് ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഒരു സ്ത്രീയും പുരുഷനും, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ടുപേരും സ്വമേധയാ അവരുടെ ഇഷ്ടപ്രകാരം ഒരു സ്ഥലത്ത് ഇരിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം? ഇത് വളരെ വിചിത്രമായിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ്. രണ്ട് മനുഷ്യർ പരസ്പരം കത്തിയെടുത്ത് കുത്തിക്കൊന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചാൽ ആളുകൾക്ക് പ്രശ്നമില്ല. ഉമ്മ വെച്ചാൽ പ്രശ്നമായി. സ്നേഹമാണ് പ്രശ്നം, പകയല്ല. പക, വൈരാഗ്യം, ശത്രുത, കൊല, അസൂയ ഇതിനെയൊക്കെ വളരെ നോർമലായി സ്വീകരിക്കാൻ ഈ സമൂഹത്തിന് കഴിയും. സ്നേഹപ്രകടനം ഈ സമൂഹത്തിന് താങ്ങാൻ കഴിയുന്നില്ല. വളരെ ഗുരുതരമായിട്ടുള്ള തകരാറാണ്, അടിസ്ഥാനപരമായിട്ടുള്ള തകരാറാണ് ഈ മലയാളി സമൂഹത്തിനുള്ളത്. ഇതിൽ മറ്റൊന്ന്, മാധ്യമങ്ങൾക്കുള്ള പങ്ക് കൂടി കാണാതിരുന്നുകൂടാ. സദാചാര പോലീസിങ്ങിനെ ഇത്തരത്തിൽ ലെജിറ്റിമൈസ് ചെയ്തതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ പത്രങ്ങളിൽ സ്ഥിരമായി വരുന്ന വാർത്ത അനാശാസ്യ പ്രവർത്തനത്തിന് വന്നവരെ നാട്ടുകാർ പിടികൂടിയെന്നാണ്. അത് നാട്ടുകാരല്ല, ഗുണ്ടകളാണ്. ആണുങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഗുണ്ടകളുടെ കൂട്ടമാണ്. അതിനെ ആൺകൂട്ടം എന്നെങ്കിലും വിളിക്കാൻ ഇനിയെങ്കിലും മാധ്യമങ്ങൾ തയ്യാറാവണം. എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്ത്രീകൾ ഇതുപോലെ രണ്ടുപേരിയ്ക്കുന്നവരെ വന്ന് പിടികൂടി അടിക്കാൻ വരുന്നത്? ഇത് ഗുണ്ടകളുടെ കൂട്ടമാണ്, നാട്ടുകാരല്ല. ആ തരത്തിൽ മീഡിയ തയ്യാറാവേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീമതി ഷാഹിന, ശ്രീമതി പാർവതി, ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ശ്രീ മഞ്ജുക്കുട്ടൻ, ശ്രീ ബി ശിവദാസൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ കൊല്ലത്ത് നടന്ന സദാചാര ഗുണ്ടാക്രമമാണ് ഈ ചർച്ചയ്ക്ക് വിഷയമായത്. പക്ഷേ അത് മാത്രമല്ല, അതിനു മുമ്പും ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്നതുമായ, ഇനി അങ്ങോട്ട് നടക്കുകയില്ല എന്ന് കരുതുക എളുപ്പമല്ല, ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്നതുമായ ഇത്തരം അക്രമങ്ങൾക്കെതിരായിട്ടുള്ള ജനരോഷമാണ് ഉണ്ടായി വരേണ്ടത്, മൂല്യബോധങ്ങളുടെ മാറ്റമാണ് ഉണ്ടായി വരേണ്ടത്. വളരെ നന്ദി അതിഥികൾക്ക് ഒരിക്കൽ കൂടെ. ഇടവേളയിലേക്കല്ല, പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. പ്രധാന വാർത്തകളിലേക്ക് വേണ്ടി
തമിഴ്നാട് മുഖ്യമന്ത്രിയായി പളനിസ്വാമി അധികാരമേറ്റു. 30 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. വിശ്വാസ വോട്ട് മറ്റന്നാൾ. ധർമ്മയുദ്ധം തുടരുമെന്ന് പനീർശെൽവം ജയാസ്മാരകത്തിൽ. ജിഷ്ണുവിന്റെ മരണം കൊലപാതകമെന്ന് VS അച്യുതാനന്ദൻ. VS ജിഷ്ണുവിന്റെ വീട് സന്ദർശിച്ചു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി താൽക്കാലികമായി വിലക്കി. നെഹ്റു കോളേജ് ഹോസ്റ്റൽ മുറിയിലും ഇടിമുറി എന്ന് വിളിക്കുന്നിടത്തും രക്തക്കറ കണ്ടെത്തി. കശുവണ്ടി ഇറക്കുമതിയിൽ മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. അടഞ്ഞുകിടന്ന ഫാക്ടറികൾ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കശുവണ്ടി ഇറക്കുമതി ചെയ്തതെന്ന് വിജിലൻസ് ദ്രുതപരിശോധനാ റിപ്പോർട്ട്. KAS-ഉമായി മുന്നോട്ടെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. എതിർപ്പ് ചെറിയൊരു വിഭാഗത്തിനെന്നും വിശദീകരണം. സമരവുമായി സെക്രട്ടേറിയറ്റ് ജീവനക്കാർ. ഒപ്പുവെച്ച ശേഷം സമരം നടത്തുന്ന ജീവനക്കാർക്ക് ശമ്പളം നൽകില്ല. കൊല്ലത്തും സദാചാര തെമ്മാടിത്തം. അഴീക്കൽ ബീച്ചിലെത്തിയ യുവാവിനും യുവതിക്കും നേരെ ആക്രമണം. ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു. സദാചാര മനോരോഗികൾക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.